നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. രാജ്യത്തിന് വലിയ നഷ്ടം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഏറെ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത്. പഞ്ചാബ് സർവകലാശാല, കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ചാണ് ഡോക്ടർ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയത്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും എത്തിയതിനു ശേഷമാണ്, അതായത് വളരെ ശ്രദ്ധ നേടിയ ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. ബജറ്റിലൂടെ ഇന്ത്യ അറിഞ്ഞ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ശക്തി വിലമതിക്കാനാവാത്തതായിരുന്നു രാജ്യത്തിന്. 1991 അന്നത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ, പിന്നീട് രാജ്യത്തിന്റെ ധനമന്ത്രിയായി രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യൻ സാമ്പത്തിക രംഗം കണ്ട ഏറ്റവും വലിയ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ UGC ചെയർമാൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ തന്റെ വകുപ്പ് ഏതായിരിക്കുമെന്ന് അറിഞ്ഞ ഏക മന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അന്നത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. വെറും 2500 കോടി രൂപ മാത്രം വിദേശ നാണ്യ ശേഖരമുള്ള, ഉയർന്ന വിദേശ കടവും നാണ്യപ്പെരുപ്പവും നിലനിൽക്കുന്ന രാജ്യത്തിന്റെ ധനമന്ത്രിയായാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എത്തിയത്. അധികാരം ഏറ്റ് ഒരു മാസത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു. ഇന്ത്യയെമ്പാടും വലിയ പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്കും കാരണമായ ആ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വഴി സ്വാധീനിച്ചിരുന്നുവെന്ന്. മലയാളത്തിന് തീരാ നഷ്ടം സമ്മാനിച്ച വാരം കൂടിയായിരുന്നു ഇത്. എഴുത്തിന്റെ പെരുന്തച്ഛന് വിട നൽകിയ ആഴ്ച. കൂടല്ലൂരിനും തൃത്താലയ്ക്കുമിടയിൽ എഴുത്തിന്റെ ഓളവും തീരവും തീർത്ത MT ഓർമ്മയായി. വരാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ചാൽ തീരാത്തത്രയും ജീവിതങ്ങളെ കഥകളിൽ അവശേഷിപ്പിച്ചാണ് MT വിട പറഞ്ഞത്. കാലത്തിന്റെ സങ്കീർണതകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി ഒരു തലമുറയെ സ്വാധീനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് മലയാളത്തിന് നഷ്ടമായത്.
MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ കടൽ. മൗനം വാചാലമാക്കി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച പ്രതിഭ. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ. സാഹിത്യലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു ഓരോ MT കഥകളും. കരിമ്പനകളെപ്പോലും കടപുഴകിയെറിയാൻ ശേഷിയുള്ള കാറ്റ്. ഓരോ MT കഥയും ഒരു ചരിത്രമാണ്. യാഥാസ്ഥിതിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്വത്തിന്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെപ്പറ്റിയുള്ള ചരിത്രം. MT കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. കുട്ടിയേടത്തെയും ഭ്രാന്തൻ വേലായുധനും ലീലയും എല്ലാം ഒരു ചെറുനൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിലെങ്ങോ കിടപ്പുണ്ട്. ആത്മകഥാംശമുണ്ട്. ഓരോ MT കഥകളിലും ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളിലുമുണ്ടായ വിള്ളലുകളും പ്രണയത്തിന്റെ ഭൂതകാലവും വായിച്ചെടുക്കാം. താൻ ജീവിക്കുന്ന കാലത്തിന്റെ ആകാംക്ഷകളെയും ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും സാഹിത്യത്തിലായാലും സിനിമയിലായാലും വരച്ചിട്ട എഴുത്തുകാരൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് MT ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം സ്നേഹത്തിന്റെ നീരുറവ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണെന്ന് അദ്ദേഹവുമായി അത്രമേൽ അടുപ്പമുള്ള ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. അപൂർവമായി മാത്രം ചിരിക്കുന്ന ആളാണ് MT എന്നത് സാഹിത്യലോകത്ത് പരസ്യമായ രഹസ്യമാണെങ്കിലും തന്റെ സാഹിത്യ സൃഷ്ടികളിലൂടെ MT തമാശകൾക്കുമുണ്ട് ഒരു ക്ലാസിക് ശൈലി. ആളുകളെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഹാസ്യമല്ലത്. നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പ് പോലെയാണവ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എന്ന ചൊല്ല് MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് സ്വർണപ്പതക്കം തുടങ്ങി നേട്ടങ്ങളുടെ വലിയ നിരയുണ്ട് MT എന്ന എഴുത്തുകാരന്റെ മാറ്റുകൂട്ടാൻ. MTയുടെ മൗനം വാചാലമാകുന്നത് തൂലികയിലൂടെയാണ്. വാക്കുകളുടെ ഒഴുക്ക്, ലാളിത്യം, ഭാഷയുടെ സൗന്ദര്യം, ഇതാണ് ഓരോ MT കഥകളുടെയും മുഖമുദ്ര. അതുകൊണ്ടാണ് എത്ര തലമുറകൾ വായിച്ചിട്ടും MT എന്ന നോവലിസ്റ്റിനെ മടുക്കാത്തത്. 1977 ഒരു നവംബർ മാസത്തിൽ മരണം തന്റെ സമീപത്തെത്തി പിന്മാറിയെന്നും അതിനുശേഷം എഴുതി പൂർത്തിയാക്കിയ നോവലാണ് രണ്ടാമൂഴമെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ രണ്ടാമൂഴത്തിൽ സർഗാത്മകതയുടെ ഈറ്റുനോവേറെ അനുഭവിച്ചെഴുതിയ കൃതിയായതിനാലാവും നോവലുകളിൽ തന്നെ വായിക്കപ്പെടേണ്ട ഒന്നായി രണ്ടാമൂഴം മാറിയതും. ചെറുകഥകളിലൂടെ വളർന്ന് പന്തലിച്ച് നോവൽ എന്ന ക്യാൻവാസും കടന്ന് വെള്ളിത്തിരയിലെ തിരക്കഥകളിൽ കയ്യൊപ്പു ചാർത്തി MT മടങ്ങുമ്പോൾ എഴുതാൻ ഇനിയും എന്തൊക്കെയോ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടാകില്ലേ. ന്യൂസ് ഡെസ്ക് CCTV. MT നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുവരെ ആ ഓർമ്മകളും എഴുത്തുകളും നമ്മളിലൂടെയും പുതുതലമുറകളിലൂടെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പുസ്തകത്താളിൽ അദ്ദേഹം കുറിച്ച കഥാപാത്രങ്ങളിലൂടെ എന്നും MT നമുക്കൊപ്പം സഞ്ചരിക്കും, മരിക്കാത്ത എഴുത്തോർമ്മകളുമായി. മതവികാരം വ്രണപ്പെടുത്താൻ നോക്കുന്ന കൂട്ടരുണ്ട്. മതവും രാഷ്ട്രീയവും കത്തി
അദ്ദേഹത്തിന് പറ്റിയത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് മാനസികമായി പ്രയാസമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നടത്തേണ്ടത്. ഇത്തരം ആളുകളെയൊന്നും ചാവക്കാട് പോലെയുള്ള ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഒരു തമ്മിൽത്തത്രം വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസകരമാണ്. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിലുള്ള വലിയ പ്രതിഷേധം അറിയിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീനിയറായ ഞങ്ങളുടെ പാർട്ടിയുടെ മുൻ മന്ത്രി ഷിമോൻ ജോസഫ് MLA ഉൾപ്പെടെ ഞങ്ങളുടെ MP. നിയമം പാലിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമാണ്, അതിൽ തെറ്റില്ല. പക്ഷെ അതൊന്നും മതവികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത്. ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലായിടത്തും കളറായി തന്നെ നടക്കാറുള്ളതാണ്. അവിടെ ഒന്നും കാണിക്കാത്ത നടപടി ചിലയിടത്ത് മാത്രം കർശനമായി നടപ്പാക്കുന്നത് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ വിഷയത്തിൽ SIക്ക് ക്ലീൻ ചീറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. പോലീസ് നിയമം പാലിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. വിജിത്ത് ചെയ്തത് നിയമപരമായി ശരിയെന്ന റിപ്പോർട്ട്. മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് തടഞ്ഞത് എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. മോഷ്ടാക്കൾ മേഖലയിൽ വിലസുകയാണ്. ദിനംപ്രതി വലിയ കവർച്ചകളാണ് നടക്കുന്നത്. വീടുകളിൽ നിന്ന് സ്വർണവും പണവും നഷ്ടപ്പെടുന്നു. അത് ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളുടെ കവർച്ച. അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ജാഗ്രത കൂടുതൽ കാണിക്കേണ്ടതുണ്ട്. കുന്നംകുളത്ത് വീട് കുത്തിത്തുറന്നാണ് വൻ കവർച്ച നടത്തിയത്. 30 പവൻ സ്വർണം നഷ്ടപ്പെടുകയും ചെയ്തു. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധർ പരിശോധനയും നടത്തി. കുന്നംകുളം തൃശൂർ റോഡിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ താമസിക്കുന്ന റിട്ടയേർഡ് സർവേ സൂപ്രണ്ട് പരേതനായ ചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ഭാര്യ പ്രീത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ താഴത്തെ ഒരു മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആരംഭിച്ചു. വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധനയ്ക്ക് എത്തിയിരുന്നു. കുന്നംകുളം ACP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പലപ്പോഴും സാധിക്കാത്തത് മോഷണത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രദേശത്ത് സജീവമായതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കള്ളന്മാർ പെരുകുമ്പോൾ അത് പോലീസിന്റെ ഉത്തരവാദിത്തക്കുറവാണെന്ന് തോന്നിയാലും തെറ്റു പറയാനാവില്ല. ദിനംപ്രതി റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു.
ഉദ്യോഗസ്ഥർക്കും ഒരു മെമ്മോറണ്ടം സമർപ്പിക്കുക. പഴയ NH-17 തന്നെ റോഡ് മാറ്റണം, ബസ് സർവീസുകൾ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു മെമ്മോറണ്ടം ഇവിടെ നടത്തുന്നത്. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കുട്ടികൾ, സ്കൂളിൽ പോകുന്ന ഒരുപാട് ആളുകൾ വിഷമങ്ങൾ സഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ NH-66 സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം നടക്കും. കാൽനട യാത്രികർക്കും വാഹന യാത്രികർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബദൽ സംവിധാനമൊരുക്കാതെ ആർക്കോ വേണ്ടി കാട്ടിക്കൂട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുത്തിവെക്കുന്ന അപകട സാധ്യതയും കാണാതെ പോകരുത്. ഇനി ഇക്കാര്യം അറിഞ്ഞാലും പരാതി പറഞ്ഞാലും കണ്ടില്ലെന്ന് നടിച്ച് ഒടുവിൽ അപകടം സംഭവിക്കാൻ കാത്തു നിൽക്കരുത്. ആഘോഷങ്ങൾ ആർഭാടമാക്കുക എന്നത് നമ്മുടെ പൊതുശീലമാണ്. വർഷത്തിൽ ഒരിക്കൽ എടുത്തത്. ഏത് പ്രതിസന്ധിയിലും തളർന്നിരിക്കാതെ ജേക്കബ് തന്റെ കർത്തവ്യം നിറവേറ്റാറുണ്ട്. 2 തവണ അപകടം പറ്റി വിശ്രമിക്കുന്ന സമയത്തും ജേക്കബ് ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് കൂടിച്ചേരലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഭക്ഷണം തെരുവിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറുന്നു എന്നതാണ് ഈ ആഘോഷ പരിപാടിയുടെ പുറകിലെ രഹസ്യം എന്നാണ് ജേക്കബിന്റെ ഭാഷ്യം. ജീവൻ ഉള്ളിടത്തോളം കാലം ഈ പാത പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ജേക്കബ് പറയുന്നു. ഭാര്യ ലിസിയും മക്കളായ ഇമ്മാനുവൽ, ദീന, സഹോദരൻ ജോബ് എന്നിവരും ജേക്കബിന് കട്ട സപ്പോർട്ടാണ്. അയൽവാസികളും പരിപൂർണ പിന്തുണയായി ജേക്കബിനൊപ്പമുണ്ട്. കാരുണ്യം കാണിക്കുന്ന നല്ല മനസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട്. സ്വന്തം സന്തോഷത്തിലും ആഘോഷത്തിലും ഇല്ലാത്തവനെ കൂടി ചേർത്ത് നിർത്തുന്നവർ. യഥാർത്ഥത്തിൽ സഹജീവി സ്നേഹം കാണിക്കുമ്പോൾ തന്നെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും മനുഷ്യത്വമുള്ളവരായി മാറുന്നതും. ആഘോഷങ്ങൾ ഇങ്ങനെയും കളറാക്കാം എന്ന് കാണിക്കുന്ന വളർന്നു വരുന്ന യുവതലമുറയും ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. പ്രചോദനമാണ്, മാതൃകയാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.